നമുക്ക് അമേരിക്കയിലേക്ക് തന്നെ പോകാം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ 24 വർഷങ്ങൾക്ക് ശേഷം ഉത്തര കൊറിയയിലെത്തി എന്നുള്ളതാണ് ഏറ്റവും വാർത്താ പ്രാധാന്യമുള്ള കാര്യം. ഇവർ രണ്ടുപേര് കൂടി ചേർന്നാൽ എന്തൊക്കെ സംഭവിച്ചുകൂടാ? US ഉപരോധങ്ങളെ മറികടക്കാൻ ഇരു രാജ്യങ്ങളും അടുത്ത് സഹകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും ഐക്യവും വിളിച്ചോതുന്ന ചരിത്ര നിമിഷങ്ങളാണ് എന്ന് ഉത്തര കൊറിയ പ്രതികരിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ഏറ്റവും വലിയ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഘമാണ് നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് മധു. ഇപ്പം അമേരിക്കയിൽ മധു നിൽക്കുന്ന ന്യൂജേഴ്സിയിൽ സമയം എത്രയായി രാത്രിയിൽ? ഇപ്പൊ രാത്രി 10:30. 10:30. അപ്പോൾ ആൾക്കാർ മോർണിംഗ് ഷോ കണ്ടിട്ട് രാത്രി കിടന്നുറങ്ങുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ ഈ വാർത്തയിലേക്ക്. ഗുഡ് മോർണിംഗ് SK. ന്യൂയോർക്ക് ആദ്യം ഉറങ്ങും, തൊട്ടു പിന്നാലെ ഷിക്കാഗോ, അത് കഴിഞ്ഞ് കാലിഫോർണിയ. ഇവർ ഒന്നിച്ചുറങ്ങുന്ന ദിവസം ഉണ്ടാകുമോ? ഇല്ല, ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇല്ല. ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. ഇനി വാർത്തയിലേക്ക്. SK, അങ്ങ് പറഞ്ഞതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ 24 വർഷങ്ങൾക്ക് ശേഷം ഉത്തര കൊറിയയിൽ ഇന്ന് പുലർച്ചെ പ്രാദേശിക സമയം 2:45 കൂടിയാണ് ലാൻഡ് ചെയ്തത്. പ്യോങ്യാങ് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത പുടിനെ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് നേരിട്ടെത്തി സ്വീകരിക്കുകയായിരുന്നു. പുടിനെ ഈ വിമാനത്താവളത്തിൽ നിന്ന് സ്റ്റേറ്റ് ഗസ്റ്റ് ഹൗസ് ആയ കുംസുംസാനിൽ എത്തിച്ചതും കിം തന്റെ സ്വന്തം കാറിലായിരുന്നു. നീതി നടപ്പിലാക്കുക, അതുപോലെ രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര ബഹുമാനം, പരസ്പര താല്പര്യങ്ങൾ എന്നിവയെ അടിസ്ഥാനമൊക്കെയുള്ള ഒരു ലോകത്തിനായി താൻ ശ്രമിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണെന്ന് യാത്ര തിരിക്കും മുമ്പ് പുടിൻ പറഞ്ഞു. കിം ജോങ്ങിനെ സഖാവ് എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്ത പുടിൻ അമേരിക്കയുടെ ഏകപക്ഷീയമായ നിയന്ത്രണങ്ങളെ സംയുക്തമായി നേരിടുമെന്നും പറഞ്ഞു. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദവും ഐക്യവും ഒക്കെ വിളിച്ചോതുന്ന ചരിത്ര നിമിഷങ്ങളാണിതെന്നാണ് ഉത്തര കൊറിയ സ്റ്റേറ്റ് മീഡിയ വ്ളാദിമിർ പുടിന്റെ ഉത്തര കൊറിയയിലേക്കുള്ള വരവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. 21ാം നൂറ്റാണ്ടിൽ ഈ ആണവായുധ പരീക്ഷണങ്ങൾ നടത്തിയ ഒരേ ഒരു രാജ്യം ഉത്തര കൊറിയയാണ്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്ക് എന്തുമാത്രം പിന്തുണ റഷ്യയും പുടിനും നൽകുമെന്നാണ് US-ഉം അതുപോലെ പ്രത്യേകിച്ച് ഏഷ്യയിലെ അമേരിക്കയുടെ സഖ്യകക്ഷികളും ഇപ്പോൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. SK, യുക്രൈൻ യുദ്ധത്തിനുള്ള ആയുധങ്ങൾ തേടിയാണ് പുടിൻ ഉത്തര കൊറിയയിൽ എത്തിയിരിക്കുന്നതെന്നാണ് അമേരിക്കൻ രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ. പക്ഷേ പകരം പുടിൻ എന്തു കൊടുക്കും? അതാണ് ഇപ്പോൾ ഒരു അന്തരീക്ഷത്തിൽ ഉയർന്നിരിക്കുന്ന ഒരു ചോദ്യം. SK 24 കാണുന്നവരുണ്ട്, അവർക്ക് ഗുഡ് മോർണിംഗും ഹായും ഒക്കെ ആകാം. തീർച്ചയായിട്ടും അമ്പിളി സോമൻ, യഥാർത്ഥത്തിൽ യൂട്യൂബിൽ കാണുന്ന പ്രേക്ഷകരെക്കാളും എത്ര ഇരട്ടിയാണ് ടെലിവിഷൻ വഴി കാണുന്നത്. അത് ലോകമെമ്പാടും ഇരുന്ന് ഈ TV അമേരിക്കൻ ഐക്യനാടുകളിലും അതുപോലെ വിദേശ നാടുകൾ, ഗൾഫ് നാടുകളിലും ഒക്കെ ഇരുന്ന് എത്രയോ ലക്ഷങ്ങളാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലെ പ്രവാസികൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വാർത്താ ചാനൽ 24 ആണെന്ന് പലപ്പോഴും അവർ നമ്മെ അറിയിച്ചിട്ടുണ്ട്. അവിടുത്തെ ടെലിവിഷൻ റേറ്റിംഗുകളിലും ഒന്നാമത് നിൽക്കുന്നത് പലയിടത്തും പലപ്പോഴും 24 ആണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.